Dear students, very good morning all. Once more all are welcome to Cost and Management Accounting new video class. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. What do you mean by economic order quantity? Then how to find out economic order quantity? 4 മാർക്ക് ഏരിയയിലുള്ള പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനാണ് മിക്കവാറും ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഇവിടെ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു യൂണിറ്റിന് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവർ കളക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ലെവൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. മാക്സിമം സ്റ്റോക്ക് ലെവൽ, അതുപോലെ മിനിമം സ്റ്റോക്ക് ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, റീഓർഡർ ലെവൽ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ആവറേജ് സ്റ്റോക്ക് ലെവൽ എല്ലായ്പ്പോഴും ഒരു ഫേം എന്ത് ചെയ്യും, കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ആവറേജ് സ്റ്റോക്ക് ലെവൽ. ദെൻ എന്താണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ക്വാണ്ടിറ്റി റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ്, ഇപ്പോൾ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്ലൈയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫേമിനെ സംബന്ധിച്ചിടത്തോളം സർട്ടൺ ക്വാണ്ടിറ്റി അവർ എപ്പോഴും എന്ത് ചെയ്യും, കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഒരു ക്വാണ്ടിറ്റി ഇക്കണോമിക്കൽ ആണ് എന്ന് പറയുന്നത്? ദാറ്റ് മീൻസ് അതിൻ്റെ ക്യാരിയിങ് കോസ്റ്റും അതുപോലെ അതിൻ്റെ ഓർഡറിങ് കോസ്റ്റും ഈക്വൽ ആവുമ്പോഴാണ് എന്തുണ്ടാവുക, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് പറയാം. അതായത് നമ്മൾ ഒരു സാധനത്തിന് ഓർഡർ ചെയ്യുന്നതിൻ്റെ വാല്യൂവും അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ വാല്യൂവും ഈക്വൽ ആവണം. ഓർഡർ ചെയ്യുന്നതിൻ്റെ വാല്യൂസും അതുപോലെ അത് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ക്യാരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റും ഈക്വൽ ആവുന്ന ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിലാണ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ഓർഡർ, നമ്മൾ കെപ്റ്റ് ചെയ്തിട്ടുള്ള ഓർഡറും ഒരു ഇക്കണോമിക് ലെവലിലാണ്, രണ്ടും ഈക്വൽ ലെവലിൽ എത്തുന്ന പൊസിഷനിലാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തു പോകുന്നത്. മോസ്റ്റ് ഫേവറബിൾ ഓർ ഇക്കണോമിക് ക്വാണ്ടിറ്റി ഷുഡ് ബി പർച്ചേസ്ഡ് അറ്റ് എ ടൈം. അതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ. നല്ല ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഫേമിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ഇക്കണോമിക് ക്വാണ്ടിറ്റി ഷുഡ് ബി പർച്ചേസ്ഡ് അറ്റ് എ ടൈം. അപ്പോൾ ഒരു സമയത്ത് നമുക്ക് ഫേവറബിൾ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫേമിന് ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ, അതായത് ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ. ദ ക്വാണ്ടിറ്റി വിച്ച് ഈസ് മോസ്റ്റ് ഇക്കണോമിക്കൽ ടു ഓർഡർ അറ്റ് എ ടൈം. അതായത് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഫേവറബിൾ ആയിട്ടുള്ള പെർട്ടിക്കുലർ മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു ടൈമാണ് നമുക്ക് ഇക്കണോമിക്കൽ ആണ് എന്ന് പറയുക. അപ്പോൾ ഇതിനകത്ത് 2 ഇവന്റ് ആണ് ഉണ്ടാവുക. ഒന്ന് ഓർഡറിങ് കോസ്റ്റ്, രണ്ടാമത്തത് ക്യാരിയിങ് കോസ്റ്റ്. ഓർഡറിങ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് റിലേറ്റ് ടു പർച്ചേസിങ് ആൻഡ് പ്ലേസിങ് ആൻ ഓർഡർ ഓർ ബൈയിങ് കോസ്റ്റ്. അതായത് നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റിനെയാണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയാം. ഓർഡറിങ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് റിലേറ്റ് ടു പർച്ചേസിങ് ആൻഡ് പ്ലേസിങ് ആൻഡ് ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് വരുന്നത് ക്യാരിയിങ് കോസ്റ്റ് ആണ്. ക്യാരിയിങ് കോസ്റ്റ് ആർ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഓർ ക്യാരിയിങ് ദ ഇൻവെന്ററീസ്. അപ്പോൾ ഇൻവെന്ററി മീൻസ് സ്റ്റോക്ക്. അപ്പോൾ സ്റ്റോക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യുന്നതിന് ഉണ്ടായേക്കാവുന്ന കോസ്റ്റാണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, ദെൻ ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ് ഹാവ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഇത് രണ്ടും ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഒന്ന് കൂടുന്ന സമയം ഒന്ന് കുറയും. അതേസമയം നേരത്തെ കുറഞ്ഞ ഇവന്റ് കുറയുന്ന സമയത്തിന് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കൂടിയിട്ടുള്ള ഇവന്റ് കുറയും. അപ്പോൾ ഇൻവേഴ്സ് ഡയറക്ഷൻ ആണ് ഈ ഓർഡറിങ് കോസ്റ്റും അതുപോലെ ക്യാരിയിങ് കോസ്റ്റിനും ഉണ്ടാവുക. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10 യൂണിറ്റിന് ഡിമാൻഡ് ചെയ്യുന്നു. 10 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ 10 യൂണിറ്റ് ഡിമാൻഡ് ചെയ്യുമ്പോൾ 5 രൂപയായി. നെക്സ്റ്റ് ടൈമിൽ വീണ്ടും 10 യൂണിറ്റ് ഡിമാൻഡ് ചെയ്യുന്നു, അപ്പോഴും കൊടുക്കുന്നു 5 രൂപ. ദെൻ നെക്സ്റ്റ് ടൈം 10 യൂണിറ്റ് വീണ്ടും ഡിമാൻഡ് ചെയ്യുന്നു, അപ്പോഴും വേണം ഇതിന്റെ കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് 5 രൂപ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയായി? 15 റുപ്പീസ് ആയി. ദെൻ അതേസമയം എത്ര യൂണിറ്റ് ടോട്ടൽ പർച്ചേസ് ചെയ്തു? 30 യൂണിറ്റ്സ്. 30 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തപ്പോൾ അതിന്റെ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇതാണ് ഇതിന്റെ ഓർഡറിങ് കോസ്റ്റ് 30. ദെൻ സ്റ്റോറേജ് കോസ്റ്റ് അഥവാ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓർഡറിന്റെ അളവ്
കൂടി വന്നപ്പോൾ ഇതിന്റെ ക്യാരിങ് കോസ്റ്റ് എന്തായി? കൂടി. ഓക്കെ, അതായത് ഈ ക്യാരിങ് കോസ്റ്റിന്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിന്റെ വോളിയം എത്രയാണോ കൂടുന്നത് അതിന്റെ ഇൻവേഴ്സ് ഡയറക്ഷൻ ആണ് ഇതിനകത്ത് പോവുക. ഇവിടെ 30 ആയി, ഇവിടെ 15 ആയിട്ടുള്ളൂ. അതേസമയം 30 യൂണിറ്റ്സ് ഒന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർഡർ ചെയ്യുന്നു. അപ്പൊ ഈ ഡിഫറെന്റ് ടൈംസിലായിട്ട് നമ്മൾ ഓർഡർ ചെയ്തതിന് പകരം 30 യൂണിറ്റ്സ് നമ്മൾ കോമൺ ആയിട്ട് ഓർഡർ ചെയ്യുന്നു. അപ്പൊ അതിന്റെ കോസ്റ്റ് 10 rupees. ഓക്കെ, അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി, അതായത് ഓർഡർ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ ക്യാരിങ് കോസ്റ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു ആണല്ലോ. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? ഡിഫറെന്റ് ടൈംസിലായതുകൊണ്ട് ഇത് കൂടുന്നതിന് സ്വാഭാവികമായിട്ടും ഇതിന്റെ ക്യാരിങ് കോസ്റ്റും കൂടി. അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന്റെ അളവ് കൂടുതലാണെങ്കിൽ ക്യാരിങ് കോസ്റ്റ് കുറയും. ഓർഡർ ചെയ്യുന്നതിന്റെ അളവ് കുറവാണെങ്കിൽ ക്യാരിങ് കോസ്റ്റിന്റെ വോളിയം കൂടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഇൻവേഴ്സ് ഡയറക്ഷൻ ആണ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് അതുപോലെ ടോട്ടൽ ക്യാരിങ് കോസ്റ്റും ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. Then how to find out economic order quantity? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിന് മുമ്പായിട്ട് നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്താം. നമ്മൾ പറഞ്ഞു ഓർഡറിംഗ് കോസ്റ്റും ക്യാരിങ് കോസ്റ്റും ഈക്വൽ ആവുന്ന സമയങ്ങളിലാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ജനറേറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എങ്ങനെയാണ് ഈക്വൽ മൊമെന്റിൽ വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എടുക്കാം. ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനകത്ത് ഇതിന്റെ ക്വാണ്ടിറ്റി ആണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്, ഇവിടെ ഇതിന്റെ കോസ്റ്റ്. ഓക്കെ, അപ്പൊ കോസ്റ്റും ക്വാണ്ടിറ്റിയും. അപ്പൊ ക്വാണ്ടിറ്റിയുടെ അളവ് കൂടും തോറും എന്താവും? ക്യാരിങ് കോസ്റ്റ് കൂടും. ഓക്കെ, നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ പർച്ചേസ് ചെയ്യുന്നത് അതിനനുസരിച്ച് കൊണ്ട് ക്യാരിങ് കോസ്റ്റിന്റെ അളവ് കൂടും. ദെൻ ഓർഡറിംഗ് കോസ്റ്റിന്റെ അളവ് എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്, ഓർഡറിംഗ് കോസ്റ്റ്. ഓക്കെ, ഇതിന്റെ ക്യാരിങ് കോസ്റ്റ് ആണ്, ക്യാരിങ് കോസ്റ്റ്. ദെൻ ഓർഡറിംഗ് കോസ്റ്റ്, ഓർഡറിംഗ് കോസ്റ്റ്. ഓക്കെ, അപ്പൊ ഓർഡറിംഗ് കോസ്റ്റിന്റെ അളവ് കുറയുമ്പോൾ ക്യാരിങ് കോസ്റ്റിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ദെൻ അതായത് ഇവിടെ വരുമ്പോൾ ഇതിന്റെ ഓർഡറിംഗ് കോസ്റ്റും അതിന്റെ ക്യാരിങ് കോസ്റ്റും ഈക്വൽ ആവണം. ഇവിടെയാണ് എന്ത് ജനറേറ്റ് ചെയ്യുക? EOQ ജനറേറ്റ് ചെയ്യുക, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. മീൻസ് ക്വാണ്ടിറ്റിയുടെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ കോസ്റ്റ് കൂടും. ഓക്കെ, അപ്പൊ ആ കോസ്റ്റ് കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാരിങ് കോസ്റ്റ് ആണ് കൂടുന്നത്. മീൻസ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ സ്റ്റോർ ചെയ്യണം, കെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യണം. അപ്പൊ ഇതിനനുസരിച്ച് കൊണ്ട് ഇതിന്റെ വോളിയം എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. അതേസമയം ഇത് കൂടും തോറും എന്താവും? ഈ പറയുന്ന ഓർഡറിംഗ് കോസ്റ്റിന്റെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതിന്റെ അളവ് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിക്ക് ഒരേ സമയം കൊടുക്കുമ്പോൾ ഈ ഓർഡർ ചെയ്തതിന്റെ കോസ്റ്റ് എന്ത് ചെയ്യാണ്? കുറയാണ്. അപ്പോൾ ഈ ഓർഡർ ചെയ്തതിന്റെ കോസ്റ്റും ക്യാരിങ് കോസ്റ്റും പിന്നെ കണക്ട് ചെയ്യുന്ന ഏരിയയിലാണ് നമുക്ക് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ജനറേറ്റ് ചെയ്തു എന്ന് പറയാം. Then how to find out economic order quantity? Algebraic method ആണ് ഫോളോ ചെയ്യുന്നത്. Then formula economic order quantity is equal to root of 2AO divided by C. 2AO divided by C. Then A stands for annual consumption. Annual consumption. Annual consumption. Annual consumption. A. Then O stands for ordering cost per unit. Ordering cost per unit or per order. Or per order. Per order per annum. Per order per annum. Then C stands for carrying cost. Stands for carrying cost per order per annum. Okay, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ അത് തന്നിരിക്കും. then EOQ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല EOQ is equal to root of 2AO divided by C. then A stands for annual consumption. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 30 യൂണിറ്റ്സ്, ആ 30 യൂണിറ്റ്സ് ആണ് ഇവിടുത്തെ ആനുവൽ കൺസംപ്ഷൻ. then ഓർഡറിംഗ് കോസ്റ്റ്, ഒരു ഓർഡർ ചെയ്യുന്നതിന് പെർ ഇയറിലെ ഒരു ഓർഡർ ചെയ്യുന്നതിന് എത്ര രൂപയാണ് കോസ്റ്റ് വരുന്നത്?
ദെൻ ആ ഒരു ഐറ്റം നമ്മൾ ഇവിടെ ക്യാരി ചെയ്യുന്നതിന് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതിന് ഹോൾഡ് ചെയ്യുന്നതിന് എത്രയാണ് അതിൻ്റെ ക്യാരിങ് കോസ്റ്റ് ആവുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, ഇത് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് EOQ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ് കണ്ടുപിടിക്കുക, അതുപോലെ എങ്ങനെയാണ് ടോട്ടൽ ക്യാരിങ് കോസ്റ്റും കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. ടോട്ടൽ ക്യാരിങ് കോസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറയും, ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ അത് എങ്ങനെ ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ്, ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ്, ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ്. അങ്ങനെയാണ് ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ് ഫൈൻഡ് ചെയ്യുക. നമ്പർ ഓഫ് ഓർഡർ ഇൻറ്റു നമ്പർ ഓഫ് ഓർഡർ. എത്ര നമ്പർ ആണോ നമ്മൾ കൊടുക്കുന്നത്, നമ്പർ ഓഫ് ഓർഡർ ഇൻറ്റു, അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഓർഡറിങ് കോസ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യുന്നത്. അതായത് ഒരു യൂണിറ്റ് ഓർഡർ ചെയ്യാനുണ്ടായ കോസ്റ്റ് എത്ര എന്നുള്ളതാണ് ഫൈൻഡ് ചെയ്യുന്നത്. സോ ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓർഡർ, എത്ര മാത്രം ഓർഡർ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ്, ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ, ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ. Then how to find out number of order. എങ്ങനെയാണ് നമ്പർ ഓഫ് ഓർഡർ കണ്ടുപിടിക്കുക. ആനുവൽ കൺസംപ്ഷൻ, ഇത് ടോട്ടൽ ഓർഡറിങ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണ്. ഇനി ഇതിന്റെ അടുത്ത പാർട്ട് നമ്പർ ഓഫ് ഓർഡർ. നമ്പർ ഓഫ് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെ നമ്പർ ഓഫ് ഓർഡർ കണ്ടുപിടിക്കുക. ആനുവൽ കൺസംപ്ഷൻ, ആനുവൽ കൺസംപ്ഷൻ ഡിവൈഡഡ് ബൈ EOQ, ആനുവൽ കൺസംപ്ഷൻ ഡിവൈഡഡ് ബൈ EOQ. അപ്പം നമുക്ക് നമ്പർ ഓഫ് ഓർഡർ കിട്ടും. അതായത് നമ്മൾ എത്ര യൂണിറ്റ് ആണ് ഒരു ഇയറിൽ കൺസ്യൂം ചെയ്തിട്ടുള്ളത് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന. ഇത് ഫൈൻഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, നമ്പർ ഓഫ് ഓർഡർ കിട്ടുക. ദെൻ നമ്പർ ഓഫ് ഓർഡർ ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ് ഫൈൻഡ് ചെയ്യാം. ദെൻ സെക്കൻഡ് കേസ്, ഇത് ഫസ്റ്റ് കേസ് ആണ്. ദെൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ടോട്ടൽ ക്യാരിങ് കോസ്റ്റ്, ടോട്ടൽ ക്യാരിങ് കോസ്റ്റ്. എങ്ങനെയാണ് ടോട്ടൽ ക്യാരിങ് കോസ്റ്റ് കണ്ടുപിടിക്കുക, അങ്ങനെയാണ് ടോട്ടൽ ക്യാരിങ് കോസ്റ്റ് കണ്ടുപിടിക്കുക. ആവറേജ് ഇൻവെന്ററി, ആവറേജ് ഇൻവെന്ററി ഇൻറ്റു നമ്പർ ഓഫ് ഇൻറ്റു ക്യാരിങ് കോസ്റ്റ് പെർ ഓർഡർ, carrying cost per order per annum. ഒരു വർഷത്തേക്കാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പെർ മന്ത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു 12, 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. ഓക്കെ, ദെൻ ടോട്ടൽ ക്യാരിങ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻവെന്ററി ഇൻറ്റു ക്യാരിങ് കോസ്റ്റ്, ആവറേജ് ഇൻവെന്ററി ഇൻറ്റു ക്യാരിങ് കോസ്റ്റ് പെർ ഓർഡർ പെർ ആനം. ഓക്കെ, അപ്പോൾ എത്രയാണോ കോസ്റ്റ് വരുന്നത്, ദാറ്റ് മീൻസ് ക്യാരിങ് ഓർ കോസ്റ്റ് ഓഫ് ക്യാരിങ് പെർ ഓർഡർ പെർ ആനം. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ക്യാരിങ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ക്യാരിങ് കോസ്റ്റും ടോട്ടൽ ഓർഡറിങ് കോസ്റ്റും ഈക്വൽ ആയി വരുന്ന മൊമെന്റിലാണ് എന്തുണ്ടാവുക, ഈ പറയുന്ന ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് EOQ ഫൈൻഡ് ചെയ്യുക, അതുപോലെ ടോട്ടൽ ഓർഡറിങ് ക്വാണ്ടിറ്റി ഫൈൻഡ് ചെയ്യുക, ടോട്ടൽ ക്യാരിങ് കോസ്റ്റും ഫൈൻഡ് ചെയ്യുക. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കും ഇതിനകത്ത്, വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്, ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ്, ടോട്ടൽ ക്യാരിങ് കോസ്റ്റ്, EOQ, ദെൻ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്. എങ്ങനെയാണ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്? ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ ക്യാരിങ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ പർച്ചേസിംഗ് കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ പർച്ചേസിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, എത്ര യൂണിറ്റ് ആണോ നമ്മൾ കൺസ്യൂം ചെയ്തത് ഇൻറ്റു പർച്ചേസ് പ്രൈസ്, പെർ യൂണിറ്റിൻ്റെ പർച്ചേസ് പ്രൈസ് എത്രയാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ദെൻ ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ ക്യാരിങ് കോസ്റ്റ്. അപ്പോൾ ആ 3 ഇവൻറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. ഈ ഒറ്റ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനകത്ത് EOQ ഫൈൻഡ് ചെയ്യാൻ പറയും, ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറയും, ടോട്ടൽ ക്യാരിങ് കോസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറയും, ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറയും. ഇപ്പോൾ ഇൻവെന്ററി കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ
അപ്പോൾ മൂന്നാമത്തെ പാർട്ട് നമുക്ക് ഇതാ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ആനുവൽ കൺസപ്ഷൻ ഇൻറ്റു പർച്ചേസ് പ്രൈസ് പെർ ഓർഡർ പ്ലസ് ടോട്ടൽ carrying cost plus total ordering cost. അപ്പോൾ ഈ മൂന്ന് ഇവന്റും കൂടി ചേർന്നതാണ് ഏത്? ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനും കൂടി ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് ക്ലിയർ ആണല്ലോ.